സുജാത ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവരുടെ ഒരു ലൈഫിൽ അവരുടെ മ്യൂസിക്കൽ എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ എങ്ങനെയായിരുന്നു? കൊച്ചിലെ കുട്ടികള് ഏതെങ്കിലുമൊക്കെ നോട്ട് ഏതെങ്കിലും പാട്ടിടുമ്പോ അതിന്റെ ശ്രുതി ചേർത്ത് പാടുന്നതൊക്കെ കേട്ടാൽ നമുക്ക് അറിയാം ഈ കുട്ടിക്ക് എവിടെയോ മ്യൂസിക് ഉണ്ടെന്ന്. പക്ഷെ ഇവള് ജണ്ട വരിശയൊക്കെ കൊച്ചിലെ ഇപ്പൊ ദാസേട്ടന്റെ പേര് വെച്ച് ദാസമ്മ ദാസമ്മ അങ്ങനെ പാടുമായിരുന്നു. പക്ഷെ നമ്മളപ്പോ ദാസേട്ടൻ അത് കേട്ടിട്ട് ഇവൾക്ക് പാട്ടുണ്ടടി നോക്കണേ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം ഉയർത്തുന്ന സമയമായിരുന്നു, ഓടി 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 നടക്കണ സമയമായിരുന്നു. അപ്പോൾ ഇവളുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു മ്യൂസിക് ലൈഫ് ഫേസ് തുടങ്ങണത് തന്നെ. അവൾക്ക് നിർബന്ധിച്ച് എനിക്ക് ഒരിക്കലും ഒരു നെപ്പോട്ടിസം എന്ന് പറയാം, ഇപ്പോഴത്തെ ആൾക്കാർ വലിയ പേരല്ലേ. അതെ, നെപ്പോട്ടിസം. എനിക്ക് അങ്ങനെ എൻ്റെ മോളായതുകൊണ്ട് ആൾക്കാർ നിർബന്ധിതരായി എൻ്റെ മോളുടെ പാട്ട് കേൾക്കണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാട്ട് പഠിക്കട്ടെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ വിട്ടുകൊടുത്തേക്കായിരുന്നു. പക്ഷെ പാട്ട് പഠിപ്പിച്ചിരുന്നു കേട്ടോ. വീട്ടിൽ മാസ്റ്റർ വരുമായിരുന്നു, പിയാനോ പഠിപ്പിച്ചിരുന്നു. അത് പിയാനോ ഇഷ്ടമായിരുന്നു പഠിക്കാൻ, പാട്ട് മാസ്റ്ററിനെ കണ്ടാൽ തിരിഞ്ഞോടുന്ന ആളായിരുന്നു. ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് ശരിക്കും പാട്ടിനോട് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയത്. എന്നിട്ട് ഇതിൻ്റെ അവൾ പാടുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇസ് ഫോർ ബിന്നി. ബിന്നി കൃഷ്ണകുമാറാണ് എൻ്റെ കൊച്ചിൻ്റെ പാട്ട് മുഴുവൻ. പിന്നെ പക്ഷെ സംഗീതം അവളുടെ അച്ഛൻ്റെ സൈഡിൽ മോഹൻ്റെ അമ്മയും കർണാട്ടിക് സിംഗർ.